നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 19, 20 എന്നിവ നോക്കാം. ശ്ലോകം 19. സഘോഷോദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥുവീം ചൈവ തുമുലോഭ്യനുനാദയൻ. വിവിധ ശംഖങ്ങളിൽ നിന്നുയർന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊലികൊണ്ടു ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർന്നു. ദുര്യോധന പക്ഷത്തുള്ള ഭീഷ്മാദികൾ ശംഖൂതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നതായി പറയുന്നില്ല. പക്ഷേ ഇവിടെ ധൃതരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ ശംഖഘോഷം പിളർന്നു എന്ന് എടുത്തു കാണിക്കുന്നു. ഇത് കൃഷ്ണ ഭഗവാനിൽ പാണ്ഡവർക്കുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു മഹാവിപത്തിന്റെ നടുവിലും പരമദിവ്യോത്തമ പുരുഷനിൽ അഭയം തേടിയവർക്ക് പേടിക്കാനില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. ശ്ലോകം 20. അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തേ ശസ്ത്രസമ്പാതേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഹൃഷീകേശം തദാ വാക്യമിദമാഹ മഹീപദേ. അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമായുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി. മറുവശത്ത് അണിനിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. യുദ്ധം തുടങ്ങുകയായി. രഥാങ്കണത്തിൽ കൃഷ്ണന്റെ നിർദ്ദേശാനുസൃതം പ്രവർത്തിക്കുന്ന പാണ്ഡവരുടെ അപ്രതീക്ഷിത സേനാ സന്നാഹങ്ങളെ കണ്ട് ധാർത്തരാഷ്ട്രന്മാർ ഏറെക്കുറെ വിഷണ്ണരായിരുന്നു. അർജുനന്റെ കൊടിക്കൂറമേലുള്ള ഹനുമദ് രൂപം മറ്റൊരു വിജയചിഹ്നമെത്രേ. രാമരാവണ യുദ്ധത്തിൽ രാമന്റെ സഹായിയായിരുന്നു ഹനുമാൻ. രാമൻ വിജയിയായി. ഇപ്പോൾ അർജുനന്റെ രഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ രാമനും ഹനുമാനുമുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാമൻ. എവിടെ രാമനുണ്ടോ അവിടെ അദ്ദേഹത്തിന്റെ നിത്യദാസനായ ഹനുമാനും ശാശ്വത സഖിയും സമ്പദ് ദേവതയുമായ സീതാദേവിയുമുണ്ട്. അതുകൊണ്ട് അർജുനന് ഏതു ശത്രുവിനെയും ഭയപ്പെടാനില്ല. ഇന്ദ്രിയാധീശനായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണല്ലോ അദ്ദേഹത്തെ നയിക്കുന്നതും. യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം സമുചിതമായ നിർദ്ദേശമായിരിക്കും അർജുനന് ലഭിക്കുക. ഭഗവാൻ സ്വഭക്തനു വേണ്ടി ഉളവാക്കിയ ഈ പരിതസ്ഥിതി ഭാവി വിജയത്തിന്റെ സൂചനകൾ ഉൾക്കൊള്ളുന്നു.